എലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ടാണ്. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സർക്കാർ അനുമതി നൽകിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. നടപടിക്രമം പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ബ്രൂവറിയിൽ സർക്കാരിന് കനത്ത തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. നടപടിക്രമങ്ങളിലെ എന്ത് വീഴ്ചയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? ശ്യാം, നിരവധിയായ വാദങ്ങളാണ് ഇതിന്റെ ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഹർജി നൽകിയത് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ആണ്. ഇതൊരു പൊതുതാൽപര്യ ഹർജിയാണ്. പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി എലപ്പള്ളിയിലെ ബ്രൂവറിക്ക് നൽകിയ അനുമതി റദ്ദാക്കിയത്. സർക്കാരിലെ നടപടിക്രമങ്ങളെയും വീഴ്ചകളും നിയമലംഘനങ്ങളും ആണ് ഈ അനുമതി മറികടന്നാണ് ഈ അനുമതി നൽകിയതെന്നാണ് ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. അതിൽ മാത്രമല്ല, തെറ്റായ വിവരങ്ങൾ കൂടി ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് സർക്കാരിൽ നൽകിയിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി മറച്ചു വെച്ചാണ് അങ്ങനെ ഒരു അനുമതിയാണ് നേടിയത്. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമായ അനുമതിയാണ്, നടപടിക്രമങ്ങൾക്ക് വിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ ഈ അനുമതി എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാൻ നൽകിയ അനുമതി റദ്ദാക്കണമെന്നായിരുന്നു ഈ പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അക്കാര്യമാണ് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിലാണ് ഈ എലപ്പള്ളി ബ്രൂവറി സ്ഥാപിക്കുന്ന പ്രദേശം. പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, ബ്രൂവറി വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി വന്നിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അനുമതി നൽകിയതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എങ്ങനെ പ്രതികരിക്കുന്നു? യാതൊരു പ്രാഥമിക പഠനം പോലും നടത്താതെ ആണ് ഈ അനുമതി നൽകിയത്. ഇതിന് പിന്നെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു. കൃഷിക്ക് വെള്ളമില്ലാതെ രണ്ടാം കൃഷി ഉപേക്ഷിക്കുന്നു. പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി പൂട്ടിയ പ്രദേശത്തിനടുത്താണിത്. ഇവിടെ വെള്ളം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ച് മദ്യനിർമ്മാണം നടത്താൻ ഈ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിൽ ശുദ്ധമായ അഴിമതി തന്നെയാണ്. ആ അഴിമതി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. യാതൊരു പഠനവും നടത്താതെ ഇത് അംഗീകാരം കൊടുത്തിട്ട് കോടതി ഇപ്പോഴത് റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെ ഇനി വിശദമായ പഠനം നടത്താനാണ് കോടതി പറഞ്ഞത്. എങ്ങനെ പഠനം നടത്തിയാലും ഇത് അവിടെ അനുവദിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഇത് ആവശ്യപ്പെട്ടത്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ നിർമ്മാണം ഈ ഉദ്യമത്തിൽ നിന്ന് അവർ പിൻവലിയുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല, എലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, അവിടെ ഞങ്ങൾ വിജയിച്ചല്ലോ, ബ്രൂവറിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടും ഞങ്ങൾ വിജയിച്ചല്ലോ എന്നുള്ളതാണ്. അവിടെ എലപ്പുള്ളി പഞ്ചായത്തിലും പുതുശ്ശേരി പഞ്ചായത്തിലും കോൺഗ്രസിന് പരാജയം സംഭവിച്ചിരുന്നു. അപ്പോൾ അതിനെ കൂടി ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അതിനൊക്കെ വേറെ കാരണങ്ങളുണ്ടാവും. അവിടെ പാർട്ടിക്കകത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അത് ഇതുമായിട്ട് അംഗീകാരമായി കണക്കാക്കണ്ട. അത് ഇത് നടത്താനുള്ള അംഗീകാരമൊന്നുമല്ല. ശരി, വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന്. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി വരുമ്പോൾ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കുകയാണ്. ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, ഇപ്പോൾ പ്രാഥമിക അനുമതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. പഠനം നടത്താതെ അനുമതി നൽകി എന്നുള്ളതാണ് കോടതി കണ്ടെത്തൽ. അപ്പോൾ അതിലൊരു തിരക്കിടലുണ്ടായിരുന്നു. ആ തിരക്കിട്ട് നൽകിയ അനുമതിയാണ്. അത് കോടതി റദ്ദാക്കുമ്പോൾ പഠിച്ചിട്ട് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അനുമതി നൽകാമെന്ന് പറയുന്നു. അപ്പോൾ പഠിക്കാതെയാണ് അനുമതി നൽകിയതെന്ന് തെളിയുകയാണ്. അത്തരമൊരു ആക്ഷേപമായിരുന്നു ഈ ഹർജിക്കാർ പൊതുതാൽപര്യ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. അതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് സർക്കാർ ഇത്തരമൊരു അനുമതി നൽകിയതെന്നാണ്. അതിന് പറഞ്ഞിരുന്നത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെയും കൃഷിയെയും പദ്ധതി എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഒരു പഠനം നടത്തിയില്ല. ഇത്തരം കാര്യം പഠിക്കാതെയാണ് സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോയത്. എലപ്പള്ളിയിലെ ഈ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി സ്ഥാപിക്കാനുള്ള പ്രാഥമികമായ അനുമതി നൽകിയത് എന്ന കാര്യം കൂടിയാണ് ഈ ഹർജിയിൽ പറയുന്നത്. മറ്റൊന്ന് അധികാര ദുർവിനിയോഗമാണ്. ഒരു കമ്പനിക്ക്, അതും സ്വകാര്യ കമ്പനിക്ക്
ലാഭമുണ്ടാക്കാൻ വേണ്ടി, അവരുടെ കച്ചവടത്തിലൂടെ വ്യാപാരത്തിലൂടെ ലാഭമുണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി. അതിന് കൃത്യമായ പഠനമടക്കം നടത്തിയതുമില്ല. മാത്രമല്ല ചില നിയന്ത്രണങ്ങൾ കൂടി സർക്കാർ ലംഘിച്ചാണ് ഈ അനുമതി നൽകിയെന്ന മറ്റൊരു ആക്ഷേപം കൂടി ഉയർത്തിയിരുന്നു. രേവതി ബാബു ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീമതി രേവതി ബാബു, ഇപ്പോൾ ഒയാസിസ് കമ്പനിക്കുള്ള അനുമതി കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന ഉത്തരവിനെ എങ്ങനെ കാണുന്നു രേവതി ബാബു? എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സർക്കാർ അനുമതി നൽകിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ പ്രാഥമിക അനുമതി തന്നെ റദ്ദാക്കുകയാണ്. പഠനം നടത്താതെയാണ് ഈ അനുമതി നൽകിയത് എന്ന് കോടതി വിലയിരുത്തുമ്പോൾ അതിലൊരു തിടുക്കമുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. അപ്പോൾ പഠനം നടത്തിയ ശേഷം അനുമതി നൽകാം, നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതിയാകാം എന്ന് പറയുമ്പോൾ ഈ തിടുക്കത്തിന് കാരണം എന്താണ് എന്ന ചോദ്യം ഇനിയിപ്പോൾ പ്രതിപക്ഷം ശക്തമായി ഏറ്റെടുക്കുന്ന ഒരു കാര്യമാകും. കാരണം പാലക്കാട് എലപ്പുള്ളിയിൽ ഉണ്ടായിരിക്കുന്ന വിജയം, എലപ്പുള്ളിയിൽ അതോടൊപ്പം തന്നെ പുതുശ്ശേരി പഞ്ചായത്തിലും LDF ഉണ്ടായിരിക്കുന്ന വിജയം അതവിടെ CJP മുന്നണിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് UDF ആരോപിച്ചിരുന്നത്. കോൺഗ്രസിന് വലിയ മുന്നേറ്റമുള്ള വാർഡുകളിൽ BJP CPM-ന് വോട്ട് മറിച്ചു എന്നും അങ്ങനെയാണ് ഈ മദ്യക്കമ്പനി വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണെന്ന് UDF ഉന്നയിച്ചത്. ഏതായാലും കോടതിയിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രൂവറി അനുമതിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്.